നമസ്കാരം. ഡോക്ടർ ഹിയർ പരിപാടിയിലേക്ക് സ്വാഗതം. ചുണ്ടുകൾ, മോണകൾ, നാവ്, കവിളിൻ്റെ ഉൾഭാഗം അല്ലെങ്കിൽ തൊണ്ട എന്നിവയെ ബാധിക്കുന്ന ക്യാൻസറാണ് വായിലെ അർബുദം. പുകയിലയുടെയും മദ്യത്തിൻ്റെയും ഉപയോഗം തന്നെയാണ് പ്രധാന കാരണം. പ്രാരംഭഘട്ടത്തിൽ തന്നെ കണ്ടെത്തിയാൽ പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാകാൻ ഇത് സാധിക്കും. ലോക പുകയില വിരുദ്ധ ദിനത്തിൽ നമ്മൾ ഓറൽ ക്യാൻസറിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിഥിയായി എത്തുന്നത് ഡോക്ടർ മിലി ജെയിംസ് ആണ്, ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ റെപ്രസെന്റിംഗ് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ ആറ്റിങ്ങൽ ബ്രാഞ്ച്. സ്വാഗതം ഡോക്ടർ പരിപാടിയിലേക്ക്. ഞാൻ ഈ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഈ പുകയിലയുടെ അല്ലെങ്കിൽ തന്നെ മദ്യം ഇതിൻ്റെയൊക്കെ ഒരു ഉപയോഗം വർദ്ധിച്ചു വരുന്നൊരു സമയമാണ്. അതുപോലെ തന്നെ ഓറൽ ക്യാൻസറിൻ്റെ. അപ്പോൾ ഈ ദിവസം ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതലുള്ളൊരു ക്യാൻസറാണ് വായിലെ ക്യാൻസർ. അതിൽ കേരളത്തിൻ്റെ കണക്കെടുക്കുമ്പോൾ 10% വരുന്നുണ്ട്. അതും കൂടുതലും പുരുഷന്മാരിലാണ് ഇത് വരുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ നോക്കുമ്പോഴേക്കും പുകയില അല്ലെങ്കിൽ പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗമാണ്. ആദ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്നത് കൂടുതലും സിഗരറ്റ് അല്ലെങ്കിൽ ബീഡി. പിന്നെ വരുമ്പോഴോ മുറുക്കുന്നതിലും ശരിക്കും നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള മുറുക്കിൽ പുകയില ഇല്ല. അത് പിന്നീട് വന്നു ചേർന്ന ഒരാളാണ്. പക്ഷേ ചുണ്ണാമ്പും പുകയിലും കൂടെ ചേരുമ്പോൾ വിഷമായിട്ട് മാറും. അതിൻ്റെ ഒരുപാട് രാസഘടനകൾ നമ്മുടെ വായിലെ ക്യാൻസറിന് കാരണമാക്കും. അപ്പോൾ അതും കഴിഞ്ഞ് അതൊക്കെ വരുമ്പോഴേക്കും ഇപ്പോൾ ഒരു 50, 60 ആ പ്രായങ്ങളിലൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ ആ പ്രായത്തിൻ്റെ റേഞ്ച് താഴേക്ക് വന്നിട്ടുണ്ട്. കാരണം പാക്കറ്റിൽ കിട്ടുന്ന പാൻ മസാലകൾ പലതും 2012 ഈ സാധനം നിരോധിച്ചു. എങ്കിലും ഇപ്പോഴും അത് അവൈലബിൾ ആണ്. പ്രത്യേകിച്ച് ഇപ്പം നമുക്ക് കിട്ടുന്ന രോഗികളിൽ കൂടുതലും അന്യസംസ്ഥാന തൊഴിലാളികൾ കൂടിയാണ്. അവർക്ക് ഇതില്ലാതെ പറ്റില്ല. കാര്യം നമ്മുടെ ഉത്തരേന്ത്യയിൽ ഇത് ഒരുപാട് യൂസ് ചെയ്യുന്നൊരു സാധനമാണ്. അപ്പോൾ അങ്ങനെയും കൂടി ഇപ്പോൾ ഈ പാക്കറ്റിൽ കിട്ടുന്ന സാധനം കൂടി ആയപ്പോൾ റേഞ്ച് മാറി. ഇപ്പോൾ 20, 25, അതായത് ഒരു 14 വയസ്സിൽ പാൻ ഉപയോഗിച്ച് തുടങ്ങിയ സിഗരറ്റ് വീട്ടിൽ പിടിക്കും. ഇത് ബാഗിൽ കിടന്നാലും പെട്ടെന്ന് അറിയില്ല. സ്കൂളിൽ പോകുമ്പോഴെങ്കിലും വെച്ചാലും അറിയില്ല. അപ്പോൾ അത് കാരണം ഇപ്പോൾ ഒരു 14 വയസ്സിൽ തുടങ്ങി ഒരു 10 വർഷം കഴിയുമ്പോൾ വായിലെ ക്യാൻസറായിട്ട് മാറും. അതിനൊരു കാരണം കൂടിയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ പാനിൽ അതിൻ്റെ ലഹരിയാണല്ലോ ഇതിൻ്റെ പ്രധാന കാര്യം. എന്നുവെച്ചാൽ ടൊബാക്കോ അല്ലെങ്കിൽ പുകയില നമ്മുടെ രക്തത്തിൽ കലർന്ന് ബ്രെയിനിലെത്തുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡോപ്പമിൻ റിലീസ്, അതും വളരെ വലിയ തോതിലാണ് റിലീസ് ചെയ്യുന്നത് ടൊബാക്കോ കാരണം. അത് നമ്മുടെ രക്തത്തിൽ കലരാൻ വേണ്ടിയിട്ട് പാനിൽ ഗ്ലാസ് വരെ പൊടിച്ച് ചേർക്കുന്നുണ്ട്. ചെറിയ മുറിവുകൾ വരും ഈ ചുണ്ടിനടിയിൽ അല്ലെങ്കിൽ നാക്കിനടിയിൽ വെക്കുന്ന. അപ്പോൾ ഏറ്റവും കൂടുതൽ രക്തഓട്ടമുള്ള സ്ഥലത്ത് മുറിവ് വരുമ്പോൾ അത് നേരെ രക്തത്തിലേക്ക് കലരുന്നു, ശരീരത്തിൽ വ്യാപിക്കുന്നു, പെട്ടെന്നൊരു ഒരു ഉത്തേജകം കിട്ടുന്നു. അതാണ് അതിൻ്റെ രീതി. അപ്പോൾ അതുകൊണ്ട് ക്യാൻസർ ഇപ്പോൾ പ്രായം പണ്ടത്തെ 60 ലെവലുകളിൽ നിന്ന് 20-25 വീണ്ടും വരുന്നു. ഈ പറഞ്ഞ തന്നെ മാം പറഞ്ഞ തന്നെ ഈ സിഗരറ്റ് ഒക്കെ ആണെങ്കിൽ അത് പെട്ടെന്ന് പിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ ആളുകൾക്ക് അത് മനസ്സിലാവും. പക്ഷേ ഈ പറഞ്ഞ പുകയില ഉൽപ്പന്നങ്ങളാകുമ്പോൾ അതിൻ്റെ ഒരു കാര്യം വരുന്നില്ല. അത് സ്മെല്ലായാലും അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ വളരെ പ്രയാസമായിരിക്കും. അപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ് ഇതൊക്കെ കൊണ്ടുവരുന്നത് ഇപ്പോഴത്തെ ഈ ഒരു സമയത്ത്? നമ്മളിപ്പോൾ പുകവലി എടുക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും ചുണ്ടിൽ വെക്കുന്നു, വലിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ കൂടെ വരുന്നത് തീയുണ്ട്, ചൂടുണ്ട്, പുകയുണ്ട്. പുക വരുമ്പോഴാണ് ഇതിൽ മാരകമായിട്ടുള്ള അംശങ്ങൾ വരുന്നത്. അപ്പോൾ അത് ആദ്യം വരുന്ന എവിടെയാണ്? ചുണ്ടിൽ വരുന്നുണ്ട്. അത് കഴിയുമ്പോൾ മോണ, അത് കഴിയുമ്പോൾ നാക്ക്, പിന്നെ നമ്മൾ ശ്രദ്ധിക്കാത്തൊരു ഭാഗം അണ്ണാക്കാണ്. അതായത് നമ്മുടെ മേൽത്താടിയുടെ അകത്തുള്ള ഭാഗം. ഇവിടെയാണ് ഡയറക്റ്റ് കോണ്ടാക്ട്. ഈ വരുന്നത് ചെറിയ പൊള്ളലുകളാണ്. ഈ പൊള്ളൽ ആദ്യം ഒരു പ്രാവശ്യം പൊള്ളൽ വന്നു, ഉണങ്ങി, വീണ്ടും വന്നു. ഇത് കണ്ടിന്യൂസ് ആണ്. ഇപ്പം ഒരു 3 സിഗരറ്റ് വലിക്കുന്ന ഒരാളിന് മുറിവ് ഉണങ്ങാൻ ഗ്യാപ്പ് കിട്ടുന്നുണ്ട്. അതേസമയം 3 പാക്കറ്റ് വലിക്കുന്ന ഒരാളിനും ഈ വരുന്ന ഡാമേജ് റിപ്പയർ ചെയ്യാൻ നമ്മൾ ശരീരത്തിന് സമയം കൊടുക്കണില്ല. അപ്പോൾ അവർക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവില്ലേ? ഇല്ല. കാര്യം അവർ കൂടുതലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന അവരുടെ ഉത്തേജനത്തിലാണ്. ഇപ്പോൾ ഒരു ടെൻഷൻ കുറയ്ക്കാൻ ജീവിതത്തിൻ്റെ തന്നെ ഭാഗമായി മാറുന്നുണ്ട് പുകയില. ഇല്ല, കാര്യം ഇതില്ലെങ്കിൽ പല പരിപാടികളും നടക്കില്ല എന്നുള്ളൊരവസ്ഥയാവും. ടെൻഷൻ കൂടുമ്പോൾ വലിക്കും, പിന്നെ ഭക്ഷണം കഴിഞ്ഞ് വിഷമം കഴിയുമ്പോൾ വലിക്കും, ഭക്ഷണം കഴിയുമ്പോൾ എല്ലാം അവരുടെ ദിനചര്യയുടെ ഭാഗമായി മാറാണ്. ഇതിൽ ഏറ്റവും പ്രശ്നം എന്ന് വെച്ചാൽ ആദ്യം കാണുന്നത് വായിൽ. അപ്പോൾ ഈ പറയുന്ന ചെറിയ മുറിവുകൾ അല്ലെങ്കിൽ പൊള്ളലുകൾ ചുണ്ടിൽ, ഈ മോണയിൽ, നാക്കിൽ, നാക്കിൻ്റെ അടിയിൽ, പിന്നെ അണ്ണാക്കിൽ, പിന്നെ തൊണ്ടയിൽ. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ശ്വാസകോശത്തിൽ. കാര്യം ഏറ്റവും അവസാനം ഇത് വന്ന് അടിയുന്നത് ശ്വാസകോശത്തിലാണ്. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഫോറൻസിക് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓട്ടോപ്സി ചെയ്യുമ്പോൾ, അതായത് പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ നെഞ്ചൻകൂട് തുറന്ന് ശ്വാസകോശം എടുത്ത് പുറത്ത് വെക്കും.
പുറത്ത് വെക്കുമ്പോൾ ശരിക്കും ഈ പണ്ടൊക്കെ ഒരു ചിമ്മിനി ഇല്ലേ, നമ്മുടെ പുകയറ എന്ന് പറയും, അടുപ്പിൻ്റെ മുകളിൽ കണ്ടുകൊണ്ടത്, ഏറെക്കുറെ അതുപോലെ ഇരിക്കും നമ്മുടെ ശ്വാസകോശം കാണാൻ. ഈ പരസ്യത്തിൽ കാണുന്നത് നമ്മൾ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യമല്ല, ശരിക്കും കറുത്തിരിക്കും. കാര്യം എന്തുവാ, ഈ പുകയിലെ കരി വന്നടിയുന്നത് ശ്വാസകോശത്തിലാണ്. അത് ശരീരത്തിൽ മുഴുവൻ വിടാതിരിക്കാൻ ശ്വാസകോശത്തിൽ പിടിച്ചു വെക്കും. സ്പോഞ്ച് പോലെ എന്ന് പറഞ്ഞാൽ വെറുതെ അല്ല, അതാണ് അതിനകത്തുണ്ടാവും. ഈ തിയേറ്ററിലൊക്കെ ഉള്ള ഈ പരസ്യത്തിൽ കാണുന്ന ആ ദൃശ്യങ്ങളും ഒക്കെ നമ്മൾ അത് കാണുമ്പോൾ ഒക്കെ പേടി, പക്ഷെ ശരിക്കും സംഭവിക്കുന്നത് സത്യമായിട്ട്. കാര്യം നമ്മൾ RCCയിൽ കണ്ടതാണ്, അതുമല്ല അല്ലാതെ തന്നെ നമ്മൾ റിയൽ ലൈഫിൽ കാണുന്നതാണ്. ഞാൻ ഗവൺമെൻറ് സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കാണുന്ന രോഗികളുടെ എണ്ണം വളരെ വലുതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചോദിക്കും, ഇങ്ങനൊരു എന്തെങ്കിലും ഒരു വെളുത്ത പാട് എന്തെങ്കിലും കാണുമ്പോൾ ആദ്യം ചോദിക്കും എന്തൊക്കെ ശീലങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കും. ആദ്യത്തെ ചോദ്യം അത് തന്നെയാണ്. ഓക്കെ, വേറെ വരും പുകവലി, മുറുക്ക്, മദ്യപാനം, അപ്പം അത്രയും വരുമ്പോൾ തന്നെ ഓക്കെ ശരി. പക്ഷെ ഇതിപ്പോൾ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരത് സമ്മതിക്കാനും പ്രയാസമില്ലേ? പുരുഷന്മാരത് സമ്മതിക്കാൻ ബുദ്ധിമുട്ടും. അപ്പോഴാണ് നമ്മുടെ സാന്നിധ്യത്തിലാണ് ഭാര്യയ്ക്ക് ധൈര്യം വരുന്നത്. സാറേ പറഞ്ഞാലൊന്നും കേൾക്കത്തില്ല. പക്ഷെ ഇവർക്ക് ഈ നാട്ടുകാരും വീട്ടുകാരും പറഞ്ഞിട്ട് കേൾക്കാഞ്ഞിട്ടാണ് ഈ പണി കിട്ടുന്നത്. അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. അവസാനം എന്നുവെച്ചാൽ വെറുതെ ഇങ്ങനെ അടക്കി വെച്ചിരിക്കാൻ പറ്റില്ല എന്നൊരവസ്ഥ വരുമ്പോഴാണ് ഡോക്ടറിനെ കാണാൻ വരുന്നത്. അപ്പോഴേക്കും പക്ഷേ നമ്മൾ സ്റ്റേജ് മാറും. ഈ പറഞ്ഞ തന്നെ ഈ ക്യാൻസറിൻ്റെ കാര്യം, നമ്മളിപ്പം ആർക്ക് ക്യാൻസർ, ഏത് തരത്തിലുള്ള ക്യാൻസർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു പേടിപ്പെടുത്തുന്ന അല്ലെങ്കിൽ സങ്കടപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഓറൽ ക്യാൻസറിൻ്റെ ഏതൊക്കെ ലക്ഷണങ്ങളാണുള്ളത്? ഈ പറഞ്ഞ പോലെ തന്നെ മാം തുടക്കത്തിൽ പറഞ്ഞല്ലോ, പുരുഷന്മാർക്ക് കൂടുതലുണ്ട്, പക്ഷേ സ്ത്രീകൾക്കും വരാനുള്ളൊരു സാധ്യതയുണ്ടല്ലോ. ഇപ്പോൾ പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ പോലും അങ്ങനെ വരാനുള്ളൊരു സാധ്യതയുണ്ടോ? അങ്ങനെയാണ് എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഉള്ളത് ഓറൽ ക്യാൻസറിൻ്റെ? ശരിക്കും ഞാനിപ്പോൾ ലക്ഷണങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും, ഇപ്പം സ്ത്രീകൾക്ക് കൂടുതലും അതിനുള്ള കാരണം മുറുക്കാണ്. പക്ഷെ ഇപ്പോഴത്തെ ജനറേഷന് മുറുക്കില്ല. അതൊരു സമാധാനമുള്ള കാര്യം. പ്രത്യേകിച്ചും പെൺകുട്ടികളാണെങ്കിൽ പഴയ ആൾക്കാർ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പോലെ ദിവസക്കൂലിക്ക് പണിക്ക് പോകുന്നവർ, മീനിന്റെ വർക്കിന് പോകുന്നവർ, അങ്ങനെയുള്ളവരെ സ്ത്രീകളിലാണ് കണ്ടിരുന്നത്. അവർക്ക് ഉറപ്പായിട്ട് പുകയിലയുടെ ഉപയോഗം കൊണ്ടാണ് വരുന്നത്. പക്ഷേ അല്ലാതെയും സ്ത്രീകളിൽ കണ്ടുവരുന്നുണ്ട്, ഞാൻ കണ്ടിട്ടുമുണ്ട്. പക്ഷേ സ്മോക്കിംഗ് ഇപ്പോഴത്തെ സ്ത്രീകൾക്ക് ഉള്ളതല്ലേ? ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ പുരുഷന്മാരുടെ അത്രയും ഒരു പെർസെൻറ്റേജ് എനിക്ക് തോന്നുന്നില്ല കേരളത്തിലെ സ്ത്രീകൾക്ക് ഉണ്ടെന്ന്. കുറവാണ്, അതും പെർസെൻറ്റേജ് വളരെ വളരെ കുറവാണ്. പക്ഷെ അല്ലാതെ തന്നെ സ്ത്രീകൾ അതിനൊരു വേറൊരു കാരണമുണ്ട്. ഈ മൂർച്ചയുള്ള പല്ല്, അല്ലെങ്കിൽ എന്ന് വെച്ചാൽ പൊട്ടിപ്പോയ പല്ല് അല്ലെങ്കിൽ വേരുകൾ ഇരുന്നിട്ട് സ്ഥിരമായിട്ട് മുറിവുണ്ടാകുന്നെങ്കിൽ അത് ക്രമേണ വ്രണം ഉണങ്ങാതെ വന്നിട്ട് അത് ക്യാൻസറായിട്ട് മാറാറുണ്ട്. പിന്നെ ഈ സ്ത്രീകൾക്ക് കൂടുതലും ഒരു പാരമ്പര്യം എന്നൊരു ഘടകവും കൂടി ഉണ്ടെങ്കിൽ, അച്ഛനമ്മ അല്ലെങ്കിൽ കുടുംബത്തിൽ ആർക്കെങ്കിലും നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങനൊരു സാഹചര്യം, ഒന്നുകിൽ ഇപ്പം പല്ല് കൊണ്ടുള്ള മുറിവ്, അല്ലെങ്കിൽ ഇപ്പം നല്ലപോലെ സ്ത്രീകളിൽ വേറൊരു കാരണം വരാറുണ്ട്, നല്ല എരിവ് കഴിക്കുന്നവർക്ക്. നല്ല ചൂടും എരിവും ഇല്ലാതെ എനിക്ക് പറ്റില്ല എന്ന് പറയാം. ഒരു 50-60 വയസ്സ് കഴിയുമ്പോഴേക്കും വായിൽ രുചിയില്ല, നേരിയ ചൂടെടുത്താൽ തന്നെ ഇങ്ങനെ ബേൺ ചെയ്യും, പൊള്ളുന്ന പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ട് വായിക്കകത്ത്. പിന്നെ വാ തുറക്കാനുള്ള ബുദ്ധിമുട്ട്, നാക്കാനക്കാനുള്ള ബുദ്ധിമുട്ട്. അതൊരു ക്യാൻസറിന് മുന്നോടിയായിട്ടുള്ളൊരു കണ്ടീഷനാണ്. ഓറൽ അതിന് പാടൊന്നും വരാൻ സാധ്യതയില്ലല്ലോ. ഇങ്ങനെ അതിന് പെട്ടെന്ന് പാട് വരത്തില്ല, ജനറൽ ആയിരിക്കും. ഈ പറഞ്ഞ പോലെ ഇന്ന ഒരു സ്ഥലത്തൊന്നുമില്ല, ചുണ്ടിനകത്ത്, കവിള്, നാക്ക് എല്ലാം ഒരുപോലെ. കാര്യം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലായിടത്തും അത് വരുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന എരിവും ചൂടും ഈ സെയിം ഇഫക്റ്റാണ്, പൊള്ളുന്നതാണ്. അതും കുറേയൊക്കെ ശരീരം അങ്ങോട്ട് അതിനെ ഉണക്കിയെടുക്കും. പ്രായം കൂടുമ്പോൾ സംഭവിക്കുന്നത് മുറിവ് ഉണങ്ങാനുള്ള ശേഷി കുറയും. ചെറുപ്രായത്തിൽ വളരെ കൂടുതലായിരിക്കും. കാര്യം ഈ നമ്മുടെ കോശങ്ങൾ ഇരട്ടികൾ ഒരുപാട് നടക്കുന്ന സമയമാണ്. പ്രായം കൂടുമ്പോൾ അതിൻ്റെ അളവ് കുറയും, ഡാമേജ് കൂടും, റിപ്പയർ കുറയും. ഈ എരിവ് കൂടുതലും ചൂട് കൂടുതലും ചെയ്യുന്ന പറഞ്ഞാൽ അത് കേട്ടിട്ടേ ഇല്ലാത്തൊരു കാര്യമോ, അത് ഭയങ്കര, അത് സർവ്വസാധാരണമായി പോലും ആവുമല്ലോ. ചെറിയൊരു വലിയ അഭിമാനത്തോടെ എനിക്ക് കാന്താരി മുളകൊക്കെ കടിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമൊന്നുമില്ല. എൻ്റെ പൊന്നു മോനെ അതിൻ്റെ സമയമായില്ല, വെയിറ്റ്, കുറച്ച് കഴിയുമ്പോൾ അനുഭവിക്കും. കാര്യം വയറും സഫർ ചെയ്യും. കാര്യം വയറിനകത്തുള്ളത് മറ്റേ നമ്മുടെ ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. അതിൻ്റെ കൂടെയാണ് ഈ സാധനം കൂടെ കാപ്സൈസിൻ എന്ന് പറയും, നമ്മുടെ മുളകിൻ്റെ. അതും കൂടെ ചെന്ന് കഴിയുമ്പോഴാണ് ഈ അൾസർ വരുന്നത്. സ്ഥിരം പരിപാടി ആയി കഴിയുമ്പോൾ നല്ല പ്രായത്തിൽ ഹീൽ ചെയ്യും, കുഴപ്പമില്ലായിരുന്നു. കുറച്ച് കഴിയുമ്പോഴോ ഇതിൻ്റെയൊക്കെ ദുരിതം അനുഭവിക്കുന്ന ഒരു 50 കഴിയുമ്പോഴാണ്, 50-60 ആകുമ്പോഴാണ്. അത് ഇതിലെ കാര്യം ഇതാണ്, സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ മനസ്സിലാവില്ല. ആ ഒരേ ഭാഗം തന്നെ
നമ്മൾ ശരിക്കും നമ്മളെ ബോഡിയെ അങ്ങ് സ്ട്രെച്ച് ചെയ്യാണ്, അതിൻ്റെ ലിമിറ്റിന് അപ്പുറത്തേക്ക് തള്ളിക്കൊണ്ട് പോവാണ്. നമ്മുടെ ശരീരത്തിനൊരു പരിധിയുണ്ട്, അതിനും അപ്പുറത്തേക്ക് അതിനെ തള്ളിയാൽ അത് പ്രതികരിക്കും. എന്നെ കൊണ്ട് വയ്യ ഇത് ഉണങ്ങാൻ, അത് സുല്ലിടും. നമ്മൾ ശരിക്കും അതും ആരോഗ്യമുള്ള ഭക്ഷണം അല്ലായിരിക്കും കഴിക്കുന്നത്. ഫലം അത് ഞാൻ പറയില്ല. അതുകൊണ്ട് വായിലും വരും, ഭക്ഷണത്തിൻ്റെ ഇതിൽ വായും നമ്മുടെ വയറിനകത്ത് ആമാശയത്തിനകത്ത് അൾസർ പോലെയൊക്കെ വരുന്നതും എല്ലാം ഇതിൻ്റെ കാരണമാണ്. ഞാൻ അതിൻ്റെ ഇടയിൽ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഭയങ്കര എരിവ്, ചൂട് അതൊക്കെ ചെയ്യുമ്പോൾ ഈ കുറേ കഴിയുമ്പോഴാണല്ലോ ഇതിൻ്റെ എഫക്റ്റ് വരുന്നത്. പക്ഷെ അവർക്കത് മനസ്സിലാവാനും സാധ്യതയില്ലല്ലോ, കാരണം പാടൊന്നും ഇല്ല. അപ്പോൾ എവിടെയെങ്കിലും മുറിവുള്ളതുകൊണ്ടായിരിക്കും എന്നും പറഞ്ഞിരിക്കുകയല്ലേ ഉള്ളൂ, അല്ലാതെ ആരും ആ സമയത്ത് ആശുപത്രി വരികയോ ഡോക്ടറിനെ കാണാനുള്ള സാധ്യതയുണ്ട് ഇല്ല. പരിധി വിട്ട് കഴിയുമ്പോൾ, അതായത് ഒട്ടുമേ തന്നെ ചൂട് കഴിക്കാൻ പറ്റുന്നില്ല എന്നൊരവസ്ഥ എത്തുമ്പോഴാണ്. അതും ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത് 60s സ്ത്രീകൾ. പുരുഷന്മാരും ഉണ്ട്. നമ്മൾ അവരുടെ കൂടെ ഇതും കൂടെ ചോദിക്കും, പുകവലി ബാക്കി ശീലങ്ങളുടെ കൂടെ എരിയും ചൂടൊക്കെ നല്ലോണം കഴിക്കുമോ എന്നും കൂടെ ചോദിക്കും. അത് അറിയാൻ പറ്റും. കാര്യം ഇതിൽ വായിൽ വരുന്ന വ്യത്യാസം എന്നാന്ന് വെച്ചാൽ, നമ്മുടെ വായിലുള്ളിലെ ചർമ്മത്തിന് ഒരു നിറമുണ്ട്, ഒരു ഹെൽത്തി പിങ്ക് ആണ്, ഒരു പിങ്ക് റോസ് കളർ നിറം, അല്ലെങ്കിൽ ഒരു ഇത്തിരി കൂടെ ചുവപ്പ് വരും നല്ല ആരോഗ്യമുള്ള ഒരാളുടെ. പക്ഷേ ഇങ്ങനത്തെ ഒരു പ്രശ്നം തുടങ്ങുമ്പോൾ അതൊരു വെള്ള നിറത്തിലേക്ക് പതുക്കെ മാറും. കളറില്ലാത്തൊരവസ്ഥ. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഒന്ന്, വായിലെ ചർമ്മത്തിൻ്റെ കട്ടി കുറഞ്ഞു, ഇതിൻ്റെ താഴെയുള്ള രക്തഓട്ടം കുറഞ്ഞു. പിന്നെ നമ്മുടെ ചർമ്മത്തിന് താഴെ കുറച്ചൊരു വീതി കഴിഞ്ഞിട്ടാണ് പേശികൾ വരുന്നത്, അതായത് മസിൽ വരുന്നത്. ആ കട്ടിയാണ് പോയത്. അപ്പോൾ എന്ത് പറ്റും? പേശികൾ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഫൈബ്രസ് ആണ്, അതായത് നാരുകൾ കൂടുതലും ടൈറ്റുമാണ്. അതിൻ്റെ അളവ് കൂടുമ്പോൾ എന്നാ പറ്റും? വാ ഒരുപാട് തുറക്കാൻ പറ്റില്ല. എന്നിട്ട് എന്നുവെച്ചാൽ ഒന്നും കഴിക്കാനും പറ്റാത്ത അവസ്ഥ. ഇല്ല, വാ തുറന്നല്ലേ കഴിക്കുള്ളൂ. 4 വിരൽ നേരെ വെച്ച് കഴിഞ്ഞാൽ എത്ര അകലം വരണോ അത്രയായിരിക്കണം മേളത്തെ താടിയും കീഴത്തെ താടിയും കൂടെയുള്ള അകലം മുഴുവനായിട്ട് വാ തുറക്കുമ്പോൾ. അത് 3, 2 ആകുമ്പോൾ പണിയാവും. 3 ഫിംഗറൊക്കെ ആകുമ്പോൾ തന്നെ തിരിച്ചറിയാണെങ്കിൽ രക്ഷപ്പെട്ടു. കാര്യം ഈ വായുടെ ഈ സൈഡിൽ വെളുത്ത ഫൈബറുകൾ വരും. നമുക്കത് ശരിക്കും നമുക്ക് ഈ ഗ്ലൗസ് ഇട്ടിട്ടൊന്ന് പിടിച്ച് നോക്കുമ്പോൾ അറിയാം, തൊട്ട് നോക്കുമ്പോൾ അറിയാം, കിട്ടും നമുക്കിങ്ങനെ നാരുകൾ പോലെ. സാധാരണ നമ്മുടെ കവിളിനകത്ത് തൊടുമ്പോൾ വളരെ സോഫ്റ്റായിട്ട്, വളരെ മൃദുലമായിട്ട്, വളരെ എന്താ പറയുക, നല്ലോണം ജലാംശമുള്ള, ഉമിനീര് വന്നിട്ട് ജലാംശമുള്ള അവസ്ഥയിലായിരിക്കും. ഇങ്ങനെയുള്ള ഇത് ഇച്ചിരി ഡ്രൈ ആയിരിക്കും. കാര്യം ഇച്ചിരി ഉണങ്ങി വരേണ്ട, കാര്യം ഉമിനീര് കുറയും. അപ്പോൾ ഇതൊക്കെ രോഗികൾക്ക് നേരത്തെ മനസ്സിലാക്കാൻ പറ്റിയാൽ നല്ലത്. ഇല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴായിരിക്കും അറിയുന്നത്. അപ്പം ശരിക്കും ഇത് ഈ ഒത്തിരി അഡ്വാൻസ്ഡ് ഒരു നല്ല സ്റ്റേജിലൊക്കെ എത്തുമ്പോൾ തന്നെ ഫിഷ് മൗത്ത് എന്നാണ് പറയുന്നത്. അതായത് മീൻ വാ തുറക്കുന്ന പോലെ ചെറുതാവും വാ തുറക്കുന്നത് തന്നെ. എന്നിട്ട് വായ്ക്ക് ചുറ്റും തന്നെ, അതും നമ്മുടെ ചുണ്ടിനൊരു ചുവപ്പ് നിറം അല്ലെങ്കിൽ പിങ്ക് നിറമുണ്ട്, അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ഇച്ചിരി ഡാർക്ക് സ്കിൻ ആയിട്ടുള്ളവർക്ക് ഇച്ചിരി ബ്രൗണിഷ് ആണ് എങ്കിലും ഒരു ഹെൽത്തി രക്തഓട്ടം ഉള്ള ഒരു നിറം കാണും. അതും മാറും, ഇച്ചിരി ലൈറ്റ് കളറാവും. അത് തുറക്കുമ്പോൾ പിടുത്തം ഇവിടെ തുറക്കാൻ പറ്റില്ല. അത് ജോയിൻറ്റിൻ്റെ പ്രശ്നമല്ല, കവിള് പിടിക്കുന്നതാണ്. അതിൻ്റെ ഒപ്പം തന്നെ നാക്ക് നീട്ടുമ്പോൾ നാക്കിൻ്റെ ഉപരിതലം നമ്മുടെ ഈ ടേബിൾ പോലെ സ്മൂത്ത്. നമ്മൾ സാധാരണ എങ്ങനെയാണ്, ഒത്തിരി പരിപരുത്തതാണ് നമ്മുടെ നാക്ക്. കാര്യം എന്ന് വെച്ചാൽ സ്വാദുമുകളങ്ങളെല്ലാം തന്നെ പരിപരുത്തതാണ്. ടേസ്റ്റ് ബഡ്സ് ഇതൊക്കെ പോകും. അതാണ് രുചി അറിയാൻ പറ്റാത്തത്. പ്ലസ് കട്ടി കുറയും. നാക്കിലെ ശരിക്കും പറഞ്ഞാൽ ചർമ്മത്തിന് നമ്മുടെ കവിളിലേതിനേക്കാളും കട്ടി കൂടുതലാണ്. അതായത് ഈ സ്വാദുമുകളങ്ങൾ ഉള്ളത് കൊണ്ട് ഇത് പോയി കഴിഞ്ഞ് ഫ്ലാറ്റ് ആകുമ്പോൾ എന്നാ സംഭവിക്കുന്നത്? സ്മൂത്ത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. നമ്മൾ ഈ സാധാരണ നമ്മൾ നാക്ക് നീട്ടി നോക്കുമ്പോൾ പരിപരത്ത് ഒരു കാർപ്പറ്റ് പോലെ ഇരിക്കും. ഇതങ്ങനെയല്ല, സ്മൂത്ത്. കവിളിൻ്റെയൊക്കെ പ്രതലം പോലെ സ്മൂത്ത് ആയിട്ടിരിക്കും. അതും ഇച്ചിരി വെള്ളയായിരിക്കും. പിങ്ക് അല്ല, റെഡിഷ് അല്ല, വെള്ള. അതിൽ സ്റ്റേജ് മാറിയെന്ന് തന്നെയാണല്ലേ. പിന്നെ നാക്ക് ഇതുപോലെ തന്നെ, ഇത് ടൈറ്റ് ആകുന്ന പോലെ നാക്ക് ടൈറ്റ് ആവും, നാക്ക് അനക്കാൻ പറ്റാത്തയോ. നമ്മളിപ്പം ഇപ്പോൾ നമുക്ക് ഇവിടെ വരെയൊക്കെ നാക്ക് നീട്ടാൻ പറ്റുന്നുണ്ടോ? ഇത് വായുടെ പുറത്തേക്ക് ചിലപ്പോൾ നാക്ക് നീളത്തില്ല, ടൈറ്റ് ആവും. അപ്പം അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാവോ? ഒരുപാട് ഏരിയയിൽ ഇത് ബാധിച്ചിട്ടുണ്ട്. ഭക്ഷണം, അത് ഈ മുറുക്കൊക്കെ ഉള്ളവർക്ക് ജനറലായിട്ട് വരുന്നൊരു കാര്യമാണ്. കാര്യം ഈ മുറുക്കി എടുക്കുന്ന സാധനം ഉണ്ടല്ലോ, ആ കറയുണ്ടല്ലോ, വായിൽ മൊത്തം വിരളും. എല്ലാ ചർമ്മത്തിനും വ്യത്യാസം വരും. സ്ത്രീകൾ പലപ്പോഴും, പിന്നെ സ്ത്രീകൾക്ക് മിക്കവാറും ഒരു പരിപാടിയുണ്ട്, ചവച്ചിട്ട് ഇവിടെ വെച്ചേക്കാം, എന്നിട്ട് ലേശം അതിൻ്റെ ജ്യൂസ് ഇങ്ങനെ വരും, അത് റിലീഷ് ചെയ്യുന്നതാണ് രീതി. പക്ഷെ എവിടെയാണോ വെക്കുന്നത് അവിടെ വരും പണി, ലീഷൻ വരും. അതുപോലെ തന്നെ ഈ നാക്കിൽ മുറിവ് വരുന്നതും അല്ലെങ്കിൽ ഈ സൈഡിൽ മുറിവ് വരുന്നതും, നമ്മൾ ഈ വായ്പുണ്ണെന്നൊക്കെ പറയുന്നത്, അതും ഒക്കെ ഒരു ക്യാൻസറസിന് സാധ്യതയുള്ളത് തന്നെയല്ലേ? ഓഫ് കോഴ്സ്. ഇതിന് 2 ആഴ്ചയാണ് അതിൻ്റെ റൂള്. 2 ആഴ്ച കൊണ്ട് ഉണങ്ങിയില്ലേ
കണ്ടിരിക്കണം ഡോക്ടറിനെ ഡെഫിനറ്റ് ആയിട്ടും കണ്ടിരിക്കണം. തുടങ്ങുമ്പോഴേ കാണിക്കുക. ഞാനും പറയും 2 ആഴ്ച കഴിഞ്ഞിട്ട് തുടങ്ങിയില്ലെങ്കിൽ പരിശോധനയ്ക്ക് എടുക്കണം. ഞാനത് വെച്ച് ഡിലേ എടുത്താറില്ല. കാര്യം എൻ്റെ അനുഭവത്തിൽ നിന്നാണ്. കാര്യം ഒരു കഥയുണ്ട്. ഞാൻ PG ചെയ്തിരുന്ന സമയം, നമ്മുടെ കോളേജിൽ ഉണ്ടായിരുന്ന സമയത്ത് ഒരു പയ്യൻ വരുമെന്ന്, ഐ തിങ്ക് 30s ആയിരുന്നു. ഒരു ശീലമില്ലാത്തൊരു മനുഷ്യൻ. അപ്പോൾ ഇതുപോലെ നാക്കിൻ്റെ അടിയിലൊരു വെള്ളപ്പാട് ഉണ്ടായിരുന്നു. അത് കാണിക്കാൻ വന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അവിടെ നിന്നുണ്ടായിരുന്ന മരുന്നുകൾ, ഓയിൻമെൻറ്റുകൾ ഒക്കെ കൊടുത്തു പുരട്ടുക. പിന്നെ ആൻറ്റി ഓക്സിഡൻറ്റ് ടാബ്ലറ്റുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. മൾട്ടി വൈറ്റമിൻ, ഈ ആൻറ്റി ഓക്സിഡൻ്റ് ഉള്ളത്. അതിലെന്ന് പറയുമ്പോഴേക്കും ഈ ബീറ്റാ കരോട്ടീൻ, അതായത് നമ്മുടെ ബീട്രൂട്ടിലും മറ്റൊക്കെയുള്ള നല്ല മൂലകങ്ങൾ, അത് വൈറ്റമിൻ എയും എല്ലാം ഉള്ള മരുന്നുകളെല്ലാം കൊടുക്കും. ഇതെല്ലാം നമ്മൾ ക്യാൻസറിനെ പ്രതിരോധിക്കും എന്നാണ് നമ്മൾ വായിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്. ഇതെല്ലാം കൊടുത്തു. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ട് 2nd ഇയറിൽ ഞാൻ RCCയിലെത്തിയപ്പോൾ ഈ പുള്ളി RCCയിലെത്തി. ക്യാൻസർ ആയിരുന്നു. അപ്പോൾ എപ്പോഴും വെളുത്ത പാട് കാണുമ്പോൾ വന്ന് കാണിക്കുക. നിങ്ങൾക്കതിൽ മനസ്സിൽ ടെൻഷൻ ഉണ്ടെങ്കിൽ വന്ന് കാണിക്കുക. നമ്മൾ 2 ആഴ്ച സമയം തരും, ഓയിൻമെൻ്റ് എല്ലാം തരും. 2 ആഴ്ച കുറയുന്നില്ല, ഇങ്ങി പോരുക. ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്തിട്ട് പരിശോധനയ്ക്ക് എടുക്കുക, ടെസ്റ്റ് ചെയ്യുക, മനസ്സിലാക്കുക. കുഴപ്പമില്ല, മനസ്സമാധാനമായിട്ടിരിക്കുക. ആ റിസൾട്ട് കയ്യിൽ വെച്ചേക്കുക. ഉണ്ടെങ്കിൽ ഫർദർ എന്താണെന്നുള്ള ചെയ്യുക. അത്രയും നമ്മൾ പറയുള്ളൂ. 2 ആഴ്ച മാക്സിമം. 2 weeks റൂൾ അത് ഡെഫിനറ്റ് ആണ്. ഇപ്പോൾ പല്ലുകൊണ്ട് മുറിഞ്ഞതാണെങ്കിൽ പോലും നമുക്കറിയാം ഈ ബ്രഷ് ചെയ്യുമ്പോൾ ബ്ലഡ് വരും. അതൊക്കെ നമ്മൾ സൂക്ഷിക്കണം എന്ന് തന്നെയാണോ പറയുന്നത്? ഓഫ് കോഴ്സ്. പിന്നെ ബ്രഷ് ചെയ്യുമ്പോഴും നമ്മൾ എപ്പോഴും ഒരേ സ്ഥലം കൊണ്ടിട്ട് മുറിക്കില്ല. പക്ഷെ പല്ലതല്ല. ഇപ്പോൾ ഒരു കുറ്റിപ്പല്ല് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ സ്ഥിരമാണ് നമ്മൾ സംസാരിക്കുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ ഇവിടെ ഒരഞ്ഞുകൊണ്ടിരിക്കുക. ഈ ഒരയുമ്പോൾ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ആദ്യം കുറേ മുറിയും ഉണങ്ങും, വീണ്ടും ഒരേയും മുറിയും ഉണങ്ങും. ഒരു പരിധി കഴിയുമ്പോൾ ശരീരം എന്നാ ചെയ്യും, മുറിവ് ഉണക്കും പെർമനൻ്റ്ലി. അപ്പോൾ സ്കാർ വരും, മുറിവിൻ്റെ പാടെന്ന് നമ്മൾ പറയും. അത് ഈ പറഞ്ഞ പോലെ ഫൈബ്രസ് ടിഷ്യൂ ആണ്. അതായത് നാരുകൾ കൂടുതലുള്ള, അതായത് ഇനി കൊണ്ടാ മുറിയരുത്, ആ രീതിക്കാണ് ശരീരം പ്രവർത്തിക്കുന്നത്. ആ ടിഷ്യൂവിലും പിന്നെയും നമ്മൾ ഉറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ക്രമേണ പിന്നെ ഉണങ്ങാണ്ട് വരും. ശരീരം പറയും എന്നെക്കൊണ്ട് ഇതിനി ഉണക്കാൻ പറ്റില്ല. അപ്പം നമ്മളിത് കാണുമ്പോൾ ആദ്യം എന്നായും, പറ്റുമെങ്കിൽ അന്നേ ദിവസം തന്നെ അമ്മയെ പല്ല് പറിച്ചിട്ട് പോവാം, ഇന്ന് പല്ല് പറിക്കുക, എന്നിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ട് വന്ന് കാണിക്കണം. എന്നിട്ട് ഇത് ഉണങ്ങുന്നില്ലെങ്കിൽ പരിശോധനയ്ക്ക് എടുക്കാം. വേറെ ഒരു ഓപ്ഷനും ഇല്ല അതിനകത്ത്. അത് മാത്രമല്ല, എൻ്റെ ലൈഫിൽ എനിക്ക് ഒരു 2-3 ഹിസ്റ്ററി ഉണ്ട്. 2 നാക്കിൻ്റെയാണ്. ഒരു കുഞ്ഞു ലീഷനുമായിട്ട് വന്നിരുന്ന ലേഡിയാണ്. ഞാൻ പറഞ്ഞു വേണ്ട, റിസ്ക് എടുക്കണ്ട. അപ്പം കുറച്ച് നാളായി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ വേണ്ട, ടെസ്റ്റ് ചെയ്തിട്ട് വരിക, നമുക്ക് ബയോപ്സി എടുക്കാം. എടുത്തു. ആദ്യം കൊടുത്തിട്ട് നമുക്ക് റിസൾട്ട് പോസിറ്റീവായിട്ട് കിട്ടിയില്ല. ഞാനതിൻ്റെ നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമ്മൾ ആദ്യം പരിശോധിച്ചത് വെച്ചിട്ട് നമുക്ക് മതിയാക്കണ്ട, അത് മേടിക്കുക, പരിശോധിക്കാനായിട്ട് ഡെൻ്റൽ കോളേജിലേക്ക് കൊടുത്തു വിട്ടു. കോട്ടയത്തായിരുന്നു അന്ന് വിട്ടത്. റിസൾട്ട് വന്നു, ക്യാൻസറാണ്. നേരെ നമ്മൾ RCCയിലേക്ക് റെഫർ ചെയ്തു. 2 ആഴ്ചയ്ക്ക് അവർക്ക് സർജറി ചെയ്തു, ഫുള്ളായിട്ടും എടുത്തു, പേഷ്യൻ്റ് ക്യൂർഡായി. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ പറയുന്ന നാക്കെന്നല്ലേ ചോദിച്ചത്, നാക്കിൽ വരുന്നത് നാക്കിൻ്റെ താഴെ, അതായത് നമ്മുടെ വായുടെ താഴെ, നമ്മുടെ കീഴ്ത്താടിയുടെ ഈ നടുക്കുള്ള ഭാഗത്ത് അവിടെ വരുന്നത്. പിന്നെ ഈ 2 അണകളുണ്ടല്ലോ, അതിൻ്റെ ഏറ്റവും പുറകിൽ നടുക്ക് ആ ഒരു ഗ്യാപ്പില്ലേ മോണ വരുന്നത്. ഈ ഇത്രയും സ്ഥലങ്ങളിൽ പ്രശ്നം വന്നാൽ ഒരു കാരണവശാലും ഉപേക്ഷ കാണിക്കരുത്. കാര്യം അവിടെ വരുന്ന ക്യാൻസർ വ്യാപിക്കാനുള്ള ഏരിയ കൂടുതലാണ്. നാക്കിൽ ഏറ്റവും കൂടുതൽ രക്തഓട്ടമുള്ള സ്ഥലമാണ്. ഇപ്പം എന്ത് പറ്റും, അവിടെ നമ്മൾ എന്ന് വെച്ചാൽ 2 വശത്തേക്കും രക്തഓട്ടം പോകും. മറ്റത് ഇവിടെ കവിളൊക്കെ ആണെങ്കിൽ ഇവിടുന്ന് രക്തം ഇങ്ങനെയൊക്കെ പോകും. ലിംഫ് ആണെങ്കിലും ഇവിടുന്ന് നേരെ ഡയറക്റ്റ് താഴേക്ക്. നാക്ക് അങ്ങനെയില്ല, 2 വശത്തേക്കും സപ്ലൈ ഉണ്ട്. അപ്പോൾ ഒരു ചെറിയ മുറിവ് റൈറ്റിൽ വന്നാലും ലെഫ്റ്റിലേക്കും പോകും, സ്പ്രെഡ് ആവാൻ പെട്ടെന്ന് ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തത് കിട്ടിയെങ്കിലും വേറെ സ്ഥലത്തേക്ക് അത് പോയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നാക്കിലും ഈ ഫ്ലോർ ഓഫ് ദ മൗത്ത് എന്ന് പറയും, വായുടെ താഴെയും അതുപോലെ ഇവിടെ ഈ പല്ലുകളുടെ ഏറ്റവും പുറകിൽ ഉള്ള മോണ, കവിളിൻ്റെ ഏറ്റവും അറ്റം, ഇവിടെയൊക്കെ വരുന്നത് എന്തെങ്കിലും പാടുകളുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. പെട്ടെന്ന് തന്നെ ഡോക്ടറിനെ കാണും. ഇനി നമ്മൾ നേരത്തെ പുകയിലയുടെ കാര്യം പറഞ്ഞല്ലോ, അപ്പോൾ അത് എത്ര കാലമായിട്ട് ഉപയോഗിക്കുന്നവരിലാണ് ഇത് കൂടുതൽ വരാനുള്ള ഒരു ചാൻസ്? ഈ പറഞ്ഞാൽ ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് നിർത്താൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണല്ലോ ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നം. അത് ആളുകൾ പറയുന്നത് അങ്ങനെ. ഇപ്പോൾ സ്മോക്കിംഗ് ആണെങ്കിൽ പോലും നിർത്താൻ പറ്റുന്നില്ല എന്നുള്ളത് തന്നെയായിരിക്കും ഡോക്ടറിൻ്റെ അടുത്ത് വരുന്ന ആളുകളായാലും പറയുന്ന ഒരു കാര്യം അത് തന്നെയായിരിക്കും. അപ്പോൾ എത്ര കാലം കൊണ്ട് ഇങ്ങനെ ഉപയോഗിക്കുന്നവരിലാണ് ഈ ക്യാൻസറിനുള്ളൊരു സാധ്യത ഉണ്ടാവുന്നത്? ഒരു മിനിമം 10 വർഷം. അതിനേക്കാളും വേറെ 2 ഫാക്ടറും കൂടെ ഉണ്ട്, എത്ര ചെറുപ്രായത്തിൽ തുടങ്ങുന്നു എന്നുള്ളത്. ഇപ്പം നമ്മൾ സിഗരറ്റിൻ്റെ എണ്ണം പറയും, ഒരു ദിവസം ഇത്ര സിഗരറ്റ്. ഇപ്പം 3 സിഗരറ്റ് വെച്ചിട്ട് ഡെയിലി
ഒരു 10 വർഷം വലിക്കുന്ന ആളിനും നേരെ തിരിച്ച് 10 സിഗരറ്റ് വെച്ചിട്ട് 3 വർഷം വലിക്കുന്ന ആളിന് ഏറെക്കുറെ ഒരുപോലെ ഇരിക്കും റിസൾട്ട്. എന്നുവെച്ചാൽ വേറൊരു കാര്യം കൂടെ ഉള്ളത്, എത്ര പ്രായത്തിൽ തുടങ്ങിയെന്നല്ല. ഇപ്പം നമ്മളൊരു 50 വയസ്സായിട്ട് കാണുന്ന ഒരാളിനാണ് ഈ ക്യാൻസർ വന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കുമ്പോൾ എത്ര വയസ്സിൽ തുടങ്ങി? അത് ഒരു 20. ഞാൻ പറഞ്ഞാൽ അത് തന്നെയാണോ? 12, 14 വയസ്സിലൊക്കെ ആയിരിക്കും അതിൻ്റെ ഡാമേജ് കൂടും. അതാ എന്താ പറയുക, ക്യുമുലേറ്റീവ് ഇഫക്റ്റ് എന്ന് പറയും. അടിക്കി അത്രയും വർഷമായിട്ട് ഇപ്പോഴേ അതിന്റെ സിംറ്റംസും കാണിച്ചു തുടങ്ങിയിട്ടുണ്ടാവുള്ളൂ. പഴയ ജനറേഷനിൽ കുറേയൊക്കെ അങ്ങനെയാണ്. പിന്നെ ഇപ്പോഴെന്ന് പറയുമ്പോഴേക്കും ഈ പാക്കറ്റിലെ പാനാണ്, നമ്മുടെ പുകയിലയാണ് ഇപ്പോൾ പ്രശ്നം ഉണ്ടാക്കുന്നത്. അത് കറക്റ്റ് മുറിവ് ഉണ്ടാക്കി കയറുന്നുണ്ടാണ്. കാര്യം പറയത്തില്ലേ, ഈ മേൽച്ചുണ്ടിൻ്റെ അകത്ത്, കീഴ്ച്ചുണ്ടിൻ്റെ അകത്ത്, നാക്കിൻ്റെ അടിയിൽ ഏറ്റവും കൂടുതൽ രക്തം ഓട്ടമുള്ള സ്ഥലത്താണ് ഇത് വെക്കുന്നത്. അതും സ്ഥിരം. കാര്യം അവിടെ എങ്കിലും ആ ലഹരി അവർക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ ആ ഭാഗത്ത് തന്നെയാണ് ഈ മുറിവും ഇത് എന്തെങ്കിലും ശരിക്കും വെളുത്ത പാട് കാണാം. നമ്മൾ ഞാൻ പഠിച്ചിറങ്ങിയ സമയത്ത് എന്ന് പറയുമ്പോഴേക്കും 26 ഇയേഴ്സ് ബാക്ക്, അപ്പോഴും 16 വയസ്സുള്ളൊരു പയ്യനിൽ കണ്ടിട്ടുണ്ട് പാൻ ഉപയോഗിച്ചിട്ട്. നമ്മൾ വിരട്ടും, നല്ലോണം പേടിപ്പിക്കും. പൊന്നു മോനെ ഇങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ ഇത് പണിയാണെന്ന് പറയുമ്പോൾ പലരും പേടിച്ച് നിർത്തും. പക്ഷേ ഈ ഇച്ചിരി പുകവലിയുടെ കുഴപ്പം എന്നാന്ന് പറയുക, ഒരു ചെറിയ മോളിക്യൂൾ അത് ഈ ടൊബാക്കോ എന്ന് പറയുന്നത്, അത് നിക്കോട്ടിൻ എന്ന് പറയുന്ന ഒരു ചെറുതാണ്. പക്ഷേ ശരീരത്തിലെ ഫുൾ എല്ലാ കോശങ്ങളിലും അത് കണക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ അതും ബ്രെയിനിലോട്ട് വിത്തിൻ സെക്കൻഡ്സാണ് കയറുന്നത്. അപ്പോൾ എന്താണ് ഡോപ്പമിൻ റിലീസ് ചെയ്യുക, ആ ഒരു ഉത്തേജനം, അതിന് വേണ്ടിയിട്ടാണ് ഈ ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ ശീലത്തിൽ നിന്ന് മാറാൻ ഇത്രയും പ്രയാസമുള്ളൊരു ശീലമില്ല. ബാക്കി എന്തും പഠിച്ചപടിയാ അങ്ങ് നിർത്താം. ഇതിനെന്താ പറയുക, പറയും തൊട്ടടുത്തുനിന്ന് ഒരാൾ സിഗരറ്റ് വലിച്ചാൽ പിടിപോയി, പുള്ളിയും വലിക്കും. നിർത്തി നിൽക്കുന്ന ആളായിരിക്കും. തൊട്ടടുത്തിരുന്ന ഒരാൾ വലിച്ചാൽ ഉടനെ ആ ഇത് വരും, ക്രേവിങ് വരും, വലിക്കും. ഈ പറഞ്ഞ തന്നെ ഓറൽ ക്യാൻസർ അത് കണ്ടുപിടിക്കാൻ ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു, ഇത് ചെറിയ പാടോ അല്ലെങ്കിൽ നാക്കിൽ വരുന്നതോ മോണയിൽ വരുന്നതോ ഇതൊക്കെ നമ്മൾ ഡോക്ടറിനെ കാണേണ്ട ഒരു സാഹചര്യം തന്നെയാണെന്ന് പറഞ്ഞല്ലോ. അപ്പം ഈ മുറിവിൻ്റെ കാര്യം പറയുമ്പോൾ ചെറിയ വെള്ളപ്പാട് ഒക്കെ ഉണ്ടാവുമെന്ന് ഡോക്ടർ പറഞ്ഞല്ലോ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുമ്പോൾ തന്നെ വരികയാണെങ്കിൽ ഒരു പക്ഷേ ഫസ്റ്റ് സ്റ്റേജ് ആയിരിക്കുമോ? അങ്ങനെ പെട്ടെന്ന് തന്നെ ക്യൂർ ആവാനുള്ള സാധ്യതയാണോ അതിലുള്ളത്? ഡെഫിനറ്റ്ലി. കാര്യം എന്ന് വെച്ചാൽ ഇപ്പം രോഗികൾക്ക് തന്നെ സ്വന്തമായിട്ട് നോക്കാം. ഒരു കണ്ണാടിയുടെ മുന്നിൽ നിന്നിട്ട് ചുണ്ട് ഉയർത്തി അകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, മോണ, കവിള്, താഴത്തെ ചുണ്ട് ക്രമമായിട്ട് നോക്കാം. പിന്നെ നാക്ക് നല്ലോണം നീട്ടിയിട്ട് നോക്കുക. പിന്നെ 2 വശത്തോട്ടും 2 കവിളിലോട്ടും നാക്ക് കൊണ്ട് തൊടുക. അപ്പോൾ അതിൻ്റെ വശങ്ങൾ കാണാം. നാക്ക് മുകളിലോട്ടാക്കിയിട്ട് താഴെ ഒന്ന് വിരൽ കൊണ്ട് ഓടിച്ച് നോക്കുന്നതും കൊണ്ടും കുഴപ്പമില്ല. അപ്പോൾ എന്തെങ്കിലും വ്യത്യാസം, ആദ്യം നമ്മൾ നോക്കുന്ന നിറവ്യത്യാസം അത് നമുക്ക് കാണാം, കണ്ടറിയാൻ പറ്റും. അതാണോ ഏറ്റവും ആദ്യം വരുന്നൊരു ലക്ഷണം? നിറവ്യത്യാസം. കാര്യം ചുറ്റുമുള്ള ചർമ്മത്തിൽ നിന്നൊരു വ്യത്യാസം വരും. കാണുമ്പോൾ തന്നെ അത് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. എന്നുവെച്ചാൽ ഒരു ആഴ്ചയിലൊരിക്കലെങ്കിലും ഇത് നോക്കുന്ന ഒരാളിന് അത് കൃത്യം അറിയാൻ പറ്റും. പിന്നെ നമ്മൾ അല്ലെങ്കിൽ തന്നെ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ നാക്കൊന്ന് ഓടിച്ച് നോക്കുമ്പോൾ എന്തോ ഒരു കുഴപ്പം അവിടെ ഇല്ലെന്നൊരു തോന്നൽ വരും. തൊട്ട് നോക്കും, അത് പരിശോധിക്കാം, മനസ്സിലായി. അപ്പോൾ അതൊരു ശ്രദ്ധ വേണം എന്നുള്ളതാണ്. എന്നിട്ട് പതുക്കെ വിരൽ കൊണ്ട് ടച്ച് ചെയ്ത് നോക്കുക, തൊട്ട് നോക്കുക. സോഫ്റ്റ്നെസ് മാറിയിട്ടുണ്ടോ, പരിപരുത്തതായിട്ടുണ്ടോ, പിന്നെ സാധാരണയുള്ള നിരപ്പായിട്ടുള്ള ചർമ്മത്തിൽ നിന്നും ഉയർന്നിട്ടുണ്ടോ, അതിന് പിന്നെ രക്തം വരുന്നുണ്ടോ, അല്ലെങ്കിൽ വേദന വരുന്നുണ്ടോ. പക്ഷെ വേദനയൊക്കെ വരുന്നൊരവസ്ഥയെന്ന് പറയുമ്പോൾ അതൊരുപാട് താമസിച്ചു പോകും. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നിറം മാറ്റത്തിലാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇത് ഉപയോഗിക്കുന്നവരാരും ഇങ്ങനെ ശ്രദ്ധിക്കില്ലല്ലോ. ഒരിക്കലുമില്ല. എനിക്കൊന്ന് സ്ത്രീകളുടെ കേസിൽ അങ്ങനെ ഇൻ കേസ് ചെയ്യുള്ളൂ. കാരണം ഇതൊന്നും ഉപയോഗിക്കാത്തവർക്ക് എന്തെങ്കിലും ഒരു വ്യത്യാസം വരുമ്പോഴാണല്ലോ നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഈ പുകയിലയും സിഗരറ്റും ഒക്കെ ഉപയോഗിക്കുന്നവർ എന്തായാലും ഇതൊന്നും നോക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതും കഷ്ടകാലത്തിന് ഈ കുട്ടികളിലേക്ക് വരുമ്പോഴേ, ടീനേജേഴ്സിൽ വരുമ്പോഴേക്കും പിയർ പ്രഷർ, അതായത് ആ നിൽക്കുന്ന ഒരു ഗ്യാങ് ഉണ്ടാവുമല്ലോ, അവരുടെ അതിൽ ഒരാൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് തുടരാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇത് വെറുതെ വലിച്ചു തോന്നുന്നത്. ബുദ്ധിയുള്ളവർ അതിൽ നിന്ന് ആദ്യമേ പിന്മാറും, പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അല്ലാത്തവർ തുടരും. പിന്നെ ഇതിന് വേറൊരു റിലേഷനും കൂടെ പറയാറുണ്ട്. നമ്മുടെ മാനസികാരോഗ്യവും പുകയിലയുടെ ഉപയോഗവും ഒരു കണക്ഷൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ നിംഹാൻസിലൊക്കെയുള്ള സ്റ്റഡീസ് പറഞ്ഞിട്ടുള്ളതാണ്. കാര്യം ഒരു ഇച്ചിരി ഹൈപ്പർ ആക്ടിവിറ്റി പറയുമല്ലോ, ADHD, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് എന്തെങ്കിലും ഒരു ലഹരിയിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ചികിത്സയാണെങ്കിൽ തന്നെ സൈക്കോളജിക്കൽ ഇവാലുവേഷനും കൂടെ ഉണ്ട്. നമ്മുടെ ഇപ്പം ഗവൺമെന്റിൽ വെറുതെ നമ്മൾ കൊണ്ടുപോയി കൗൺസിൽ ചെയ്തത് മാത്രം പോരാ, ആളിനെ കുറിച്ച് വ്യക്തമായിട്ട് പഠിക്കണം. എന്തുകൊണ്ട് അവരിതിൽ ആശ്രയിക്കുന്നു,
അതനുസരിച്ച് വേണം അതിൻ്റെ ചികിത്സയിലേക്ക് പോകാൻ. അപ്പോൾ ഈ സൈക്കോളജിക്കൽ ഇവാലുവേഷൻ പലയിടത്തും നടക്കാറില്ല. എനിക്കൊന്ന് ഈ ക്യാമ്പസുകളിലൊക്കെ ആയിരിക്കും ഇത് ഏറ്റവും കൂടുതൽ അത്യാവശ്യം, ഈ ബോധവൽക്കരണമൊക്കെ വേണ്ടതും. ഉറപ്പായിട്ടും അവർക്ക് പക്ഷേ നിൽക്കാനും അറിയായിരിക്കുമല്ലോ, ഇതൊക്കെ ഉപയോഗിച്ച് എങ്ങനെ നിൽക്കണം എന്നുള്ള കാര്യം കൂടി അറിയുന്നവരായിരിക്കില്ലേ. നമ്മൾ ബോധവൽക്കരിച്ചു എന്ന് വിചാരിച്ചിട്ട് മാറ്റം വരാൻ. എനിക്ക് വേറൊരു സംശയം തോന്നിയിട്ടുണ്ട്. നമ്മൾ പണ്ട് സന്ദേശ സിനിമയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, വിന്നസെന്റ് പറഞ്ഞത്, മദ്യം എന്ന് പറയുന്നത് അത് മദ്യത്തിന് ഒരു പരസ്യവും കൂടിയാണ്. അങ്ങനൊരു പ്രശ്നം കൂടി ഇതിനകത്തുണ്ട്. അപ്പം ഇതുവരെ ഇല്ലാത്തവർക്ക് ക്യൂരിയോസിറ്റി കൂടുതലാണല്ലോ, കൗതുകം ലേശം കൂടുതൽ എന്ന് പറഞ്ഞ പോലെ. ഒന്ന് എന്താണ് പക്ഷേ എല്ലാവരും അതിന് അടിപ്പെടണമെന്നില്ല. പിന്നെ ചിലപ്പോൾ ഒരു അഭിമാന പ്രശ്നവും കൂടെ കാണും, ഈ ഒരു ഏജായിട്ട് ഇത് ഉപയോഗിച്ചില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഈ പിയർ പ്രഷർ എന്ന് പറയുന്നത് അവിടെയാണ് വരുന്നത്. കൂട്ടത്തിൽ ഗ്യാങ്ങിൽ ഒരാൾ ഉപയോഗിക്കുമ്പോൾ എന്തെന്നാ നീ എന്താ ഇങ്ങനെ എരികു കയറ്റും. ഏഴും കുട്ടികൾ അതൊക്കെ ഉണ്ട്. ഈ സിഗരറ്റിലൊക്കെ അതിനകത്ത് പടം ഉൾപ്പെടെ ഉണ്ടല്ലോ, ഇത് പാടില്ല, ഇത് ഉപയോഗിച്ചാൽ എന്താണെന്നുള്ളത്. പക്ഷെ എന്നിട്ടും അത് ഞാൻ പറഞ്ഞ തന്നെ അതൊരു ക്യാൻവാസിങ് പോലെ തന്നെയാണല്ലോ, എന്നിട്ട് ഒരു ആഡ് പോലെ തന്നെയാണ് അത് അത്രയും ചെയ്തത്. പിന്നെ അവർക്ക് അപ്പോഴും ഒരു എന്താ പറയുക, ഡോപ്പമിൻ ഹിറ്റ് നമ്മൾ പറയുമല്ലോ, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നോക്കിയാലും എന്തിനാണെങ്കിലും ഒരു ലഹരി, ഒരു നിമിഷത്തേക്കുള്ളൊരു ഹൈ. പക്ഷേ അതിൻ്റെ പിന്നെ അവർ പറയുന്നൊരു ന്യായമുണ്ട്, പുകവലിക്കുന്നവർക്ക് എല്ലാവർക്കും വരുന്നില്ലല്ലോ. എന്നിട്ട് റോഡിൽ കൂടെ നടന്ന് ഞാൻ എല്ലാ ദിവസവും പോകുന്നുണ്ടല്ലോ, ലോറി അടിച്ച് ഞാൻ ചാകുന്നില്ലല്ലോ. വിയേർഡായിട്ടുള്ള എക്സ്ക്യൂസസ് കേൾക്കാം. പക്ഷേ സത്യമായിട്ടും പറയുകയാണെങ്കിൽ ഈ പുകവലി നിർത്തണം എന്നുണ്ടെങ്കിൽ അസാധ്യമായിട്ടുള്ള മനക്കരുത്ത് വേണം. അതാണ് ഞാൻ പറഞ്ഞത്, മെൻ്റൽ ഹെൽത്ത്, മെൻ്റൽ സ്ട്രെങ്ത്, വിൽ പവർ, ഇതിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഒരുപാട്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം, നാട്ടുകാരും വീട്ടുകാരും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ഈ വ്യക്തിക്ക് തോന്നണം. അതെ, ശരിയാണ്. ഉപദേശിച്ചതുകൊണ്ട് കാര്യമില്ല, ഉപദേശിച്ചുകൊണ്ട് അവർക്ക് ഇറിറ്റേഷൻ കൂടുതൽ, രണ്ടെണ്ണം കൂടുതൽ വലിക്കത്തേയുള്ളൂ. അതും ഒരു ഫാക്ടറാണ്. പക്ഷേ ആ രീതിക്കുള്ള ബോധവൽക്കരണം വേണം. ശരിക്കും പറഞ്ഞാൽ സ്കൂളുകളിൽ ഇപ്പോൾ പറയുമല്ലോ, സ്കൂളുകളിൽ പിന്നെ അവർക്ക് കൗൺസിലേഴ്സ് വേണം, സൈക്കോളജിക്കൽ ഇവാലുവേഷൻ കുട്ടികളുടെ ചെയ്യണം. പിന്നെ എല്ലാ കുട്ടികളും എല്ലാവരും ഒരുപോലത്തെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരല്ല, ഇതിന് സാധ്യതയുള്ള കുട്ടികൾ കൂടുതലായിരിക്കും, അത് തിരിച്ചറിയണം. അങ്ങനെയൊക്കെ പറയപ്പെടുന്നുണ്ട്. പക്ഷേ ഇതിലൊരു കാര്യമുണ്ട്, ഇത് അവൈലബിലിറ്റി എന്നുള്ളൊരു സാധനം കൂടി ഉണ്ടല്ലോ. ഇത് ഇത്രയും ആവശ്യക്കാർ വരികയും അത് കിട്ടുകയും ചെയ്യുന്നു എന്നുള്ളൊരിടത്തും കൂടെ ഒരു പ്രശ്നമുണ്ടല്ലോ, അതിൽ കൂടി നമ്മൾ ഈ ബോധവൽക്കരണം നടത്തണ്ടേ? അത് പറയുകയാണെങ്കിൽ അതൊരു വേറൊരു വലിയ വിഭാഗമാണ്. കാര്യം എന്ന് വെച്ചാൽ അതൊരു ബിസിനസ്സാണ്. അതിനകത്ത് അതിൻ്റെ കൺട്രോള്, അതിൻ്റെ രീതിക്കുള്ള നിയമനിർമ്മാണങ്ങളും എല്ലാം നടത്തുന്നത് ഗവൺമെൻറ്റാണ്. ഇപ്പോൾ ഈ പറയുന്ന പാൻ നിരോധിച്ചത് 2012 ഇപ്പോഴും അവൈലബിൾ ആണ്. കാര്യം നിയമങ്ങൾ ഇഷ്ടംപോലെ നമുക്കുണ്ട്. അതെല്ലാം എത്രത്തോളം നമ്മൾ പാലിക്കുന്നു അല്ലെങ്കിൽ പാലിക്കപ്പെടുന്നു എന്നുള്ളതിലാണ് കാര്യം. ഇപ്പം നമ്മൾ പാലിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ബിസിനസ്സിൻ്റെ പുറകുള്ള ആൾക്കാർ പാലിക്കാൻ ശ്രമിക്കുന്ന ആളിനെ മാറ്റും. അങ്ങനെയൊക്കെയുണ്ട്. പക്ഷേ വേറൊരു വശമുണ്ട് ഇതിന്. 2012 നിർത്തി പാൻ. ഫലങ്ങൾ നമ്മൾ കണ്ടു തുടങ്ങുന്നേ ഉള്ളൂ. പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. ശരിക്കുള്ള വ്യത്യാസം കാണണമെങ്കിൽ ഒരു 2030 ആവണം. എങ്കിലും പക്ഷെ കുറഞ്ഞു വരുന്നുണ്ടെന്നല്ലേ? ഉണ്ട്. വളരെ പോസിറ്റീവ് അല്ല. ഇതാണ് ഇപ്പം നമ്മൾ ഹെൽമെറ്റിൻ്റെ കാര്യം പറയുമ്പോൾ ആൾക്കാർ കുറേ ചീത്ത പറഞ്ഞു. പക്ഷേ അതിൻ്റെ അനന്തരഫലം കാണുന്നത് നമ്മളാണ്. ആക്സിഡൻറ്റ് കേസുകളിൽ തല രക്ഷപ്പെട്ട് വരുന്നവർ ഒരുപാട് പേരുണ്ട്. മനസ്സിലായോ? അത് അല്ലെങ്കിൽ ന്യൂറോ കേസുകൾ എന്തുമാത്രം എന്നറിയാമോ? ബൈക്ക് ആക്സിഡൻറ്റ്, 2 വീലറുകൾ കൂടുതലാണ്. അതുപോലെയാണ് ഇതും. ഇതിൻ്റെ ഒരു നല്ല വശമുണ്ട്. കാര്യം ഇപ്പോൾ ഈ പറഞ്ഞ 25-26 വയസ്സുള്ള ഒരു കുട്ടി ക്യാൻസർ രോഗി ആകുന്നതിലും ഭേദമല്ലേ ഇത് ബാൻ ചെയ്ത് പോകുന്നത്? അടുത്ത ജനറേഷനാണ് പോകുന്നത്. അപ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ബോധവൽക്കരണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് എത്തേണ്ടിടത്ത് എത്തണം. പക്ഷെ അതല്ലാതെ ഇപ്പോഴത്തെ യുവാക്കളോട് എന്താണ് പറയുന്നത്? ഈ പുകയില ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ഈ ലഹരി ഉപയോഗിക്കുന്ന ആളുകളോട് മാമിന് എന്താണ് പറയാനുള്ളത്? അത് ലഹരിക്ക് പോകുന്ന എപ്പോഴാണ്? വേറൊരു പണിയും ചെയ്യാനില്ലാത്തപ്പോഴാണ്. അവർക്ക് അവരുടെ ഏതാ പറയുക സമയം വളരെ കൺസ്ട്രക്റ്റീവായിട്ട് ഉപയോഗിക്കുന്ന രീതിയിലുള്ള കൂട്ടായ്മകൾ വരണം. ഇപ്പം നമ്മളിപ്പോൾ ഫേസ്ബുക്കിൽ പല വീഡിയോസ് കാണാറുണ്ട്. പയ്യന്മാർ തന്നെ ഇറങ്ങി കുളങ്ങൾ വൃത്തിയാക്കുന്നു, റോഡുകൾ വൃത്തിയാക്കുന്നു. അതെന്താണ്? എന്നിട്ട് അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നു. അതൊരു പോസിറ്റീവ് തിങ്കാണ്. ഇതുപോലെ എത്ര നല്ല കാര്യങ്ങൾക്ക് കുട്ടികളെ നമുക്ക് ഉപയോഗിക്കാം. വയോജനങ്ങളുടെ സംരക്ഷണത്തിന്. ഇപ്പോൾ ഇപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കുന്നവരുണ്ട്. ഇത് പക്ഷേ കോർഡിനേറ്റ് ചെയ്യാൻ കഴിയണം. അതായത് അവരെ കൊണ്ട് അവരുടെ ലൈഫിനൊരു നല്ല ഒരു പർപ്പസ് ഉണ്ടെന്നുള്ളൊരു ചിന്ത ആ കുട്ടികളിൽ ഉണ്ടാക്കിയാൽ
നമ്മുടെ പണ്ട് മോറൽ സയൻസ് ഒക്കെ ഉണ്ടായിരുന്നില്ലേ, അപ്പോഴേ അതിൽ നല്ല കാര്യങ്ങൾ, ഇപ്പം അനാഥാലയങ്ങളിൽ പോയി കാണുക, അപ്പോൾ റിയൽ ലൈഫിൻ്റെ വേറൊരു വശം അവർ കാണുകയാണ്. അപ്പം എൻ്റെ സമയം കൊണ്ട് ഒരു നല്ല കാര്യം ചെയ്തു, അതിൽ നിന്ന് കിട്ടുന്നൊരു ഉത്തേജനമുണ്ട്, ഒരു ലഹരിയുണ്ട്. അതിന് വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. പിന്നെ കായികമായിട്ടുള്ള കാര്യങ്ങൾ, ഈ സ്പോർട്സ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള അവസരങ്ങൾ കൂടുതൽ കിട്ടുക, മാർഷൽ ആർട്സ്, ഇപ്പോൾ എല്ലാം പാഠ്യപദ്ധതിയിൽ തന്നെ ഉൾപ്പെടുത്തി ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത്. എന്ന് വെച്ചാൽ ഈ നമ്മൾ റോക്കറ്റ് സയൻസ് പഠിപ്പിക്കുന്നതിന് പകരം ഇതൊക്കെയാണ് ബേസിക് ആയിട്ട്. എന്ന് വെച്ചാൽ അവർ നല്ല എനർജിയുള്ള ആൾക്കാരാണ് കുട്ടികളെന്ന് പറയുമ്പോൾ. അവരുടെ എനർജി അതിന് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ നമ്മളൊന്ന് ഡയറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അതിന് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ടീച്ചേഴ്സ്, അതുപോലെയുള്ള വീട്ടിൽ അപ്പനും അമ്മയ്ക്കും തന്നെ ഫുൾ ചെയ്യാൻ പറ്റില്ല. അപ്പം ഇപ്പോൾ ഒരു ഗ്രാമപ്രദേശത്ത് അതിനുള്ളൊരു ഇപ്പം എന്താ പറയുക, ഒരു ഗ്രൂപ്പുണ്ട്, ഒരു ക്ലബ്ബുണ്ട്, അവർ വരണം, അവർ സ്പോർട്സ് ഉണ്ട്, എല്ലാ ദിവസവും വൈകുന്നേരം ഫുട്ബോളുണ്ട്, ക്രിക്കറ്റ് ഉണ്ട്, വരണം. എന്റർടൈൻമെന്റ് ആയി അവരുടെ എനർജി അവിടെ തീർന്നു. തിരിച്ച് എവിടെ ഇതിന് പോകാൻ എവിടെ നേരം? വരുക, കുളിക്കുക, ഭക്ഷണം കഴിക്കുക, കിടന്നുറങ്ങുക. അതോ ആരോഗ്യത്തിനും നല്ലത്, അവരുടെ സമയവും നന്നായി. അത് പക്ഷേ നമ്മുടെ സമൂഹം മൊത്തമായി ആ ഒരു രീതിയിൽ ചിന്തിക്കണം, കോർഡിനേറ്റഡ് ആയിട്ട് ചിന്തിക്കണം. അതേ പറ്റുള്ളൂ. കാര്യം അതിനനുസരിച്ചുള്ള പാഠ്യപദ്ധതിയിൽ വ്യത്യാസം വരണം, നമ്മുടെ സമൂഹത്തിൻ്റെ രീതികളിലും വ്യത്യാസം വരണം. നമ്മൾ ഒരുപാട് കാലമായിട്ട് തന്നെ ഈ ഒരു വിഷയം നമ്മളിങ്ങനെ സംസാരിക്കണം. ഇന്നത്തെ ഒരു ദിവസം മാത്രമല്ല നമ്മൾ ഈ വിഷയം സംസാരിക്കേണ്ടത്. ഒരു വലിയ വിഷയം തന്നെയാണ് താനും. അതുമായി ബന്ധപ്പെടുന്ന ഈ ഓറൽ ക്യാൻസർ എന്നുള്ളത്, അത് ഇനിയെങ്കിലും ഇപ്പോൾ മാം പറഞ്ഞാൽ തന്നെ അത് കുറഞ്ഞു വരുന്നുണ്ടെന്ന് കേൾക്കുമ്പോൾ തന്നെ അതൊരു പോസിറ്റിവിറ്റിയാണ്. അപ്പോൾ ഇനിയുള്ള വർഷങ്ങൾ ഇങ്ങനെ ഒരു ക്യാൻസർ തന്നെ ഇല്ലാതാവട്ടെ, അല്ലെങ്കിൽ ഇതുകൊണ്ട് ഈ പുകയില ഉൽപ്പന്നങ്ങൾ കൊണ്ടുള്ള ഈ ദോഷങ്ങൾ ഇല്ലാതാവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാമെന്ന് മാത്രമേ നമുക്ക് കഴിയുള്ളൂ. എന്തായാലും ഡോക്ടർ വളരെ നന്ദി പരിപാടിയിൽ പങ്കെടുത്തതിൽ. ശരി, താങ്ക് യു. ഡോക്ടർ ഹിയർ പരിപാടി അവസാനിക്കുന്നു. നമസ്കാരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.